അതെ, ആ ചിന്ത ചേച്ചി പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ജീവൻ വേണി ഓടിക്കും. ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ. ഇത്തവണ സെൽഫി ആണോ പൊതിച്ചോറാണോ ജിമിക്കിയും കമ്മലും ആണോ ഇരയാകേണ്ടി വരുന്നതെന്നറിയില്ല. ഏതായാലും എല്ലാവരും ഒന്ന് പിടിച്ചിരുന്നു. എല്ലാ വർഗീയവാദികൾക്ക് മുമ്പിലും മുട്ടിടിക്കാതെ ആവേശത്തോടു കൂടി നിന്ന് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പറയുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. ആയിക്കോട്ടെ, എന്താ വിരോധോട്ടോ? ഒരു വിരോധമില്ല. ഈ മെയ് 4-ാം തീയതി എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെയും മനസ്സിൽ വേദന കടന്നുകൂടിയ ദിവസമാണ്. മെയ് 4-ാം തീയതി ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെ മനസ്സിൽ വേദന കടന്നുകൂടാൻ മനസ്സിലായില്ല? ഇല്ല, ഞാനൊരു ക്ലൂ തരാം. തോറ്റപ്പിയിട്ട ദിവസം. ഇതുപോലെ മനുഷ്യർ സന്തോഷിച്ച ഒരു ദിവസം വേറെ ഇല്ല. അയ്യോ ചമ്മി ചമ്മി. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഡയറക്റ്റ് ആയിട്ടൊന്ന് സമ്മതിച്ചു കേട്ട്. അതിലെന്തെങ്കിലും തെറ്റ്? ഇല്ല ഇല്ല ഇല്ല. പക്ഷേ ഞങ്ങൾ ഈ നാടിനോട് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓർമ്മപ്പെടുത്തിക്കോ. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി വീടുകളിലേക്ക് പോവുകയല്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ചെയ്തത്. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഇനി രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞ് ടോമാഞ്ചറി കാണാൻ പോയവരല്ല ഡിവൈഎഫ്ഐക്കാർ. ടോമാഞ്ചെറിയും കാണാറുണ്ടോ? ബോബനും മോളിയോ? എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. ഓത്തോ, അതൊക്കെ ഞങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടതാ. ചേച്ചി പോയിന്റിലേക്ക് വാ. മെയ് 4-ാം തീയതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ശ്രദ്ധപൂർവ്വം പരിശോധിച്ചു നോക്കൂ. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. ഇടതുപക്ഷത്തിന് കനത്ത പരാജയം ഉണ്ടായപ്പോഴും കേരളത്തിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടുണ്ടോ? എന്റെ പൊന്നടി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? എങ്ങനെ ഇരിക്കുന്നു? പറഞ്ഞു പൊതിച്ചോറിലെത്തി. വേറൊന്നും പറയാനില്ല. നീ ഒരു കാലത്ത് നന്നാവില്ലെന്ന് ഉറപ്പിച്ചു തന്നെയല്ലേ? ഈ പൊതിച്ചോറിന്റെ കാര്യം ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നിങ്ങളുടെ വായിന്ന് ഞങ്ങൾ കേൾക്കുന്നത്? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. പ്രായമാവുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇത്തിരി പക്വത ഉണ്ടാവണം. കണ്ടവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഇത്രയും പ്രസംഗം. അപ്പൊ പിന്നെ നിങ്ങളുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് വല്ലതും എടുത്തായിരുന്നു ഇത് കൊടുത്തതെങ്കിൽ ആ നാട്ടുകാർക്ക് അത് മനസമാധാനമായിട്ട് കഴിക്കാൻ പറ്റുമോ? നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ. ഈ പൊതിച്ചോറുള്ളത് കൊണ്ട് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. ഓ, ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്നാലും തുടരെ ഈ ഒരേ കാര്യത്തിൽ കോമാളിയാകുന്നതിൽ യാതൊരു പ്രശ്നവും നിങ്ങൾക്കില്ലേ? ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഇതും ഒരു തുടക്കമാണ്.